ഇന്ന് നമുക്ക് ഒരു കുമ്പളങ്ങാൻ്റെ പുളിങ്കറി ഉണ്ടാക്കാം. നമുക്ക് സ്ഥിരമായിട്ട് വേറെ ഏതെങ്കിലും കറി ഇങ്ങനെ പരിപ്പ് കറിയോ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് സിമ്പിളായിട്ട് എത്ര വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പുളിങ്കറി. കഴുകി വെച്ച കുമ്പളങ്ങ ചൂടായ ചട്ടിയിലേക്ക് ഇടുക. അതിലേക്ക് പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി അതിലിട്ട് പിന്നെ ഞാൻ പുളി ചൂടുവെള്ളത്തിലാക്കി വെച്ചതാണ്. അപ്പോൾ ആ കുറച്ച് പുളി വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞളും, പിന്നെ ബാക്കിയുള്ള പുളി തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ അരപ്പിലേക്ക് മിക്സാക്കി ചേർത്ത് അരയ്ക്കും. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. കറി വേവാൻ വെച്ചിരിക്കുകയാണ്, അടച്ചു വെച്ചിരിക്കുകയാണ്. കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പായ ഇത് റെഡിയാക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും പുളിയും ചേർത്ത് അരപ്പ് റെഡിയാക്കി വരാം. ഇപ്പം നമുക്ക് വെന്ത കറിയിലേക്ക് അരപ്പ് ചേർക്കാം. വെന്തുകൊണ്ടിരിക്കുന്ന കറീൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഉലുവ ഇട്ടാൽ മതി. എനിക്കിഷ്ടമാണ്. എൻ്റെ അമ്മ എപ്പോഴും പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെണ്ടക്ക പുളിങ്കറി അങ്ങനെയുള്ള പല പുളിങ്കറി ഉണ്ടാകും. വെള്ളക്ക അങ്ങനെ അമ്മ ഇടുന്ന കാണാം. പിന്നെ ചെറിയ ഉള്ളി വേണമെങ്കിൽ മുറിച്ച് ഇട്ടുകൊണ്ട് കിട്ടാൽ മതി. അതിനകത്ത് കുറച്ചുകൂടി രുചി കൂടും. അതാണ്. പിന്നെ ഉണക്കമുളക്, പിന്നെ കറിവേപ്പില. പിന്നെ ഇതിലേക്ക് കറിയിലേക്ക് ഒഴിക്കും. ഇപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നല്ലോണം പിന്നെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെച്ച് പിന്നെ ഭക്ഷണത്തിന് സമയത്ത് വിളമ്പിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഈ പുളി നമ്മൾ ഒഴിച്ചല്ലോ, വളംപുളി തേങ്ങ അരയ്ക്കുമ്പോൾ ഇട്ടല്ല. അതിന് പകരം നമ്മളിപ്പോൾ മോര് ഉപയോഗിക്കുകയാണെങ്കിൽ മോരുകറിയായി. പിന്നെ പഴുത്ത പഴമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് രൂപത്തിലാവും ഏകദേശം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്.